ഗൈസ്, അപ്പോൾ അപകട മേഖല, അപ്പോൾ അതൊക്കെ നമ്മൾ കണക്ക് കൂട്ടി പോകാവുള്ളൂ. ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോനെ കണ്ട ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, നമ്മൾ മറ്റേ ഈ ബിൽഡിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് പണിയത്തില്ല, അതുപോലുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളിവിടെ നിൽക്കാൻ നേരത്തുണ്ടല്ലോ, നേരെ അങ്ങോട്ട് നോക്കി നമുക്കൊരു പേടി വരും കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹേ ഗായ്സ്, അപ്പം വെളുപ്പിന് 4 മണി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങി നമ്മളുടെ ഇന്നത്തെ ലൊക്കേഷൻ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്മുടിയാണ് നമ്മൾ ഇന്നത്തെ ലൊക്കേഷൻ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അപ്പം ആരൊക്കെ ഇരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേ. ഗൈസ്, അപ്പം നമ്മൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചപ്പം ഒരു 10-2 രൂപ. അപ്പോഴത്തേക്ക് ഞാൻ കുപ്പിവെള്ളം ചോദിച്ചു, അവരില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മോനെ കൂളറുണ്ട്. ഉണ്ണിച്ചേട്ടൻ വേറെ കൂളർ നമുക്ക് വണ്ടിക്കൊന്നും കയറത്തില്ല. പിന്നെ വെള്ളം എടുത്തോണ്ട് വന്ന് എന്റെ മോനെ. ഗായ്സ്, അപ്പം മോർണിംഗ് 6 മണി കഴിഞ്ഞിരിക്കുകയാണ് മച്ചാന്മാരെ. അപ്പം നമ്മൾ വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങിയത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ 6 മണിയും കൊണ്ട് നമ്മളിപ്പോൾ സ്ഥലം ഏകദേശം ട്രിവാൻഡ്രത്തിന് അടുത്തെത്താറായി. കാര്യം ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരെ നമ്മൾ വിട്ടടിച്ചിഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയില്ല, അത് കുറച്ചുകൂടെ കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്താം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ ഇത്. ഒരാളെ ഇങ്ങോട്ട് നോക്കി തലയും പൊത്തി കിടക്കും. എന്തായാലും അടുത്ത ചായക്കട കാണാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവള് പുകയൊക്കെ പറക്കുന്നുണ്ട് രാവിലെ. ഇൻഡസ്ട്രിയാണ് അത്, എൻ്റെ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി നോക്കി അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു. ദിശയിലെ കുറച്ച് ഗേൾസ് ആയിരുന്നു കേട്ടോ. ഒരു ഹായ് കൊടുത്തപ്പോൾ എന്തൊരു സന്തോഷം. കോട്ടയംകാരൻ്റെ ചായ എന്തൊക്കെ തപ്പിയെടുക്കുന്നുണ്ട്. ഗായ്സ്, അപ്പം നമ്മൾ ജഡായിപ്പാറ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മൾ പൊന്മുടിക്ക് തന്നെ കേട്ടോ. ഗായ്സ്, അപ്പം ഇവിടെ നേരെ വരുന്നത് മാപ്പ് നേരെ പോയിട്ട് കറക്കിയാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചേട്ടൻ നന്മയുള്ള ലോകമേ. അപ്പോൾ എന്തായാലും ആ ചേട്ടൻ ചെയ്ത വലിയ കാര്യം കേട്ടോ. പുള്ളി പറഞ്ഞ സ്ഥിരം വരുന്നതാണ്, ആൾക്കാരെല്ലാവരും നേരെ വഴിയേറ്റ് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞ് നമുക്ക് വഴി കാട്ടി തന്നിരിക്കുകയാണ്. ചടയമംഗലത്തു നിന്ന് ലെഫ്റ്റ് എടുക്കാൻ നേരത്ത് നേരെ പിന്നെ പോകല്, ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ ഒരു ലെഫ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ചോളുക ഗായ്സ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇപ്പോൾ വിഷയങ്ങളൊന്നുമില്ല, നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നീച്ചപ്പം അടിപൊളിയായി പോകുന്നു. അപ്പോൾ പൂ മുട്ടക്കറി പറഞ്ഞൊക്കെ കേട്ടോ, പൊളി സൂപ്പർ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. നാടൻ രക്ഷയില്ല, അടിപൊളി ഫുഡാണ്, സൂപ്പർ. അപ്പോൾ ഇനി ഇവിടുന്ന് പൊന്മുടിയിലോട്ട് ഏകദേശം ഒരു 30 കിലോമീറ്ററുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടനെ പരിചയപ്പെട്ടു, ഈ പിക്കപ്പ് ഉണ്ടായിരുന്നു. ചേട്ടനെ പരിചയപ്പെട്ടു, ഞാൻ നിൽക്കുന്ന ചേട്ടനെ. നമ്മളിപ്പോൾ കുറച്ച് നേരം സംസാരിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ സീനൊന്നുമില്ല, നൈസാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് പോരാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഹോട്ടലാണ് നമ്മൾ കാണിക്കാൻ വന്നത്. ഹോട്ടൽ അടിപൊളിയാണ്, നല്ല ഫുഡ് കേട്ടോ. ഗൈസ്, അപ്പം നൈസ് അടിപൊളി സ്പോട്ടിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പോകുന്ന ആ ഒരു വഴിയും അതുപോലെ തന്നെ നല്ല രസകരമായ വഴിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല റോഡാണ്, അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് റോഡാണല്ലോ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ റോഡ് എന്തായാലും അടിപൊളി നൈസാണ്. റോഡ് പണി നടക്കുകയാണ്, അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. ആദ്യമേ കണ്ട പോലെ അടിപൊളി റോഡല്ല കേട്ടോ. ആദ്യമേ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളായിരുന്നു ടാറിങ് സെറ്റായിട്ട് കിടന്നത്. ബാക്കിയെല്ലാം ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര കുണ്ടും കുഴിയാണ് കേട്ടോ. പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആകും എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ 4 പേർക്ക് 200 രൂപ അവിടെ ഈടാക്കിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇത് എക്കോ ടൂറിസം ഒരു സ്പോട്ടാണ്. അവിടെ എഴുതി വെച്ചേക്കുന്നത് ഞാൻ വായിച്ച് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. വണ്ടി ഫുള്ള് സെർച്ച് ചെയ്യും. അപ്പം ഞങ്ങളുടെ ഉണ്ണിച്ചേട്ടൻ ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ ആള് വിചാരിച്ചത് ഒന്നുമല്ല, ഉറക്കണം കാരണം ആള് ഉറങ്ങിയതായിരുന്നു. അപ്പോൾ എല്ലാം ഫുള്ള് ചെക്ക് ചെയ്ത് നമ്മൾ പിന്നെ പക്ക നീറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ അതുകൊണ്ടൊന്നും ഒരു സീനുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരാളുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുക. തിരിച്ചു വരുമ്പം എല്ലാവരും ഉണ്ടോയെന്ന് അറിയണ്ടേ എങ്ങനെ ഗൈസ്. അപ്പോൾ അപകട മേഖല, അപ്പോൾ അതൊക്കെ നമ്മൾ കണക്ക് കൂട്ടി പോകാവുള്ളൂ. 30 മിനിറ്റ് സ്പീഡാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. ടേക്ക് കെയർ ഓഫ് യു ഗൈസ്. മോനെ കിട്ടില്ല കേട്ടോ. നൈസ്, അടിപൊളിയാണ്. ഗൈസ് കോട ഉണ്ട്, കോട പയ്യെ വരുന്നുണ്ട്. പക്ഷെ അറിയത്തില്ല നമുക്ക് മൊത്തമായിട്ട് കിട്ടുമോന്ന്. എന്തായാലും നോക്കാം കേട്ടോ. ഓ ഗൈസ്, ആ സീനറി ഒന്ന് കാണിച്ചേ എൻ്റെ പൊന്നു മച്ച. ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പ്രവേശനമില്ല. ജസ്റ്റ് ഒരു ബിൽഡിംഗ് പോലെ ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ, കയറാൻ പറ്റത്തില്ല. ഇത് അങ്ങോട്ട് നോക്കി. അപ്പോൾ ഇവിടെ വിത്ത് സെക്യൂരിറ്റിയാണ്, കയറാൻ പറ്റില്ല അല്ലേ ഏട്ടാ, മേളിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇത് സിറ്റിയൊക്കെ കാണാം. അങ്ങോട്ട് നോക്കി ഉണ്ടോ. അപ്പോൾ നൈസ് വൈബാണ്. അത് പ്രത്യേകിച്ച് സീസൺ ടൈമായിട്ട് അങ്ങനെ ഇല്ല. ഓണത്തിനാണ് അത്ര, ഓണം, ക്രിസ്മസ്, വെക്കേഷൻ ടൈമിലാണ് ആൾക്കാർ വരുന്നത്. അല്ല സീസൺ ടൈമായിട്ട് അങ്ങനെ ഓ ആൾക്കാർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എപ്പോഴൊക്കെയാണ്? വൈകിട്ട് 4 മണി വരെ. രാവിലെ 8 മണി. അപ്പോൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പ്രവേശനമുള്ളൂ. അപ്പം ആ ഒരു ടൈമിൽ എല്ലാവർക്കും വന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. എല്ലാം ക്ലൈമറ്റാണ്. മേളിൽ വന്നപ്പോഴേക്കും ഇത് അത്യാവശ്യം നല്ല അല്ലേ, നല്ല കോൾഡാണ്. പക്ഷെ താഴെ നല്ല വെയിലാണ്. ഓ മേഘത്തിൻ്റെയാണ്. ഇങ്ങനെ ഓടി പോകുന്നുണ്ടോ, മേഘം ഓടി പോയി. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ടും വെയിലാവും, പക്ഷെ ഉടനെ തന്നെ മാറും. പിന്നെ അവിടെ നമുക്ക് എന്തായാലും അതുകൂടെ കയറിയിട്ട് നമുക്ക് പോകാം ഗൈസ്. അപ്പം ആ കാണുന്നതാണ് വരയാട് കുന്നല്ലേ, വരയാട് കുന്നല്ലേ. അപ്പോൾ അത് ഇവിടുത്തെക്കാരും ടോപ്പ് ആണെന്നാണ് പറയുന്നത്, ഹൈറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പ്രവേശനമുണ്ട് അല്ലേ, അങ്ങോട്ട് എൻട്രി ഉണ്ടല്ലോ. പാസ് എടുത്ത് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഓ ഇത് ട്രക്ക് ചെയ്ത് വരുന്നതല്ലേ. ഓ ഗൈസ്, ആ ഓക്കെ. അപ്പോൾ ഇത് ട്രക്കിങ് ചെയ്ത് വരുന്നതാണ് കേട്ടോ അങ്ങോട്ട്. ഓക്കെ ഓക്കെ മനസ്സിലായി. ഉണ്ണിച്ചേട്ടൻ ഇവിടുന്ന് വിളിച്ച് അപ്പുറത്തെ മല എന്ന് പട്ടിക ഇപ്പുറത്തെ മല കൊണ്ടുവരാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു കഴിവിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അവൻ കടന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം നമ്മുടെ ബ്രോക്കിക്ക് ഒരു കൂട്ടായിട്ട്, പക്ഷെ പെണ്ണല്ല, എന്ത് ചെയ്യാനാ, നമ്മുടെ ബ്രോക്കി ഒറ്റത്തടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഒരാളെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. അടുത്ത ഓപ്പോസിറ്റുള്ള ഒരു മല കയറുകയാണ്. അപ്പോൾ അവിടുത്തെ അത്രയും പൊക്കമില്ല, പക്ഷേ എന്തായാലും നമുക്ക് ഇവിടെ മേളിൽ കയറാം. നമ്മുടെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളത്. അപ്പം ഇത് കണ്ടോ, ആൾക്കാരൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. മീൻകുട്ടി വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓ മാൻ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് കാണിച്ച്. അപ്പോൾ ഒരാൾക്ക് 40 രൂപ, അതുകൂടാതെ വണ്ടിക്ക് 40 രൂപ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ്. ഒന്ന് റേറ്റ് കാണിച്ച് ഗൈസ്. അപ്പം ഇവിടെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. ഗൂഗിൾ പേ ക്യാഷ് ഇല്ലല്ലേ? ഓക്കെ, അപ്പോൾ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. ഫ്രീ വൈഫൈ അവൈലബിൾ ആണ്. അതെ, നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും അത്യാവശ്യ സ്റ്റോറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് ഗൂഗിൾ പേ പോകുന്നില്ലല്ലോ കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അതെ, 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ വണ്ടിയിൽ തന്നെ നമുക്ക് അകത്തോട്ട് പോകാം. അത് കഴിഞ്ഞ് പിന്നെ 1 കിലോമീറ്ററോളം നടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ പാർക്കിംഗ് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ടോ? 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ഇനി നടന്ന് കയറാനുണ്ട്. അപ്പോൾ ഇതിലെ കൂടെ നേരെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ
വിശ്രമിക്കാനുള്ള സൗകര്യവും പിന്നെ ഫുഡ് കൊണ്ടുവന്നാൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഒരാൾ വിചാരിച്ചു ഇവിടുന്ന് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. കാര്യം നമ്മുടെ അമ്മാവൻ്റെ വകയാണ്. ഗൈസ് അപ്പോൾ എന്തായാലും ഇന്ന് നേരെ നമ്മൾ മേലോട്ട് കയറി മെയിൻ വാട്ടർഫോൾ നമ്മൾ കാണാൻ വേണ്ടി പോകാം. ഓക്കെ, അവിടുത്തെ കാഴ്ചകൾ നോക്കാം. നടന്നു പോകാനുള്ള. ഓ അങ്ങ് ശരി ശരി ഓക്കെ. അപ്പം ഭയങ്കര നേച്ചർ ബ്യൂട്ടി കേട്ടോ, അടിപൊളിയാ. കാര്യം കയറിയപ്പോൾ തന്നെ സ്ഥലം അടിപൊളി, വ്യൂ അടിപൊളി. അതുപോലെ തന്നെ കൊടുക്കുന്ന പൈസക്ക് മുതല സത്യം എന്നാ വെച്ചാല് 1 കിലോമീറ്റർ ട്രക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളച്ചാട്ടം. അതെ, 1 കിലോമീറ്റർ നമ്മൾ ട്രക്കിങ് ചെയ്ത് വേണം അവിടെ എത്താൻ. അത് തന്നെ വലിയൊരു കാര്യമാണ്. അത് കൂടാതെ 1 കിലോമീറ്ററോളം വണ്ടി ഇവിടം വരെ വരും. അവിടെ ഉണ്ണിച്ചേട്ടനൊക്കെ നടന്നു. ഓ അതൊക്കെ വലിയ അതിശയം തന്നെ ഗൈസ്. അപ്പം നമ്മൾ നല്ല സൂപ്പർ ഫോറസ്റ്റ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈൻ ബോർഡ് ഉണ്ട്, നമ്മൾ ഓരോന്നും വായിച്ച് പോവുക. അഗാധമായ ഗർത്തങ്ങളും വഴുക്കൽ പാറകളും ഉൾപ്പെടുന്ന കല്ലാർ നദി ദുരന്തങ്ങൾ പതിവാണ്, സന്ദർശകർ സൂക്ഷിക്കുക. ഓക്കെ, 700 മീറ്റർ താണ്ടി ഓരോ ഏരിയ ഓരോ ഡിഫറെന്റ്. ഓരോ സ്ഥലത്തും ചിലത് സ്റ്റെപ്പ്, ചിലർക്ക് മരങ്ങളുടെ വേരുകൾ സ്റ്റെപ്പായിട്ട് മാറുന്നു. നിങ്ങളിതെല്ലാം കാണുന്നുണ്ടോ? മരങ്ങൾ മറിഞ്ഞു കിടക്കുന്നു. എല്ലാം ഒരു വൈബാണ്. ഇത് ആസ്വദിച്ച് പോകുന്ന ഉണ്ണീനെ നോക്കൂ, ഒന്നും മിണ്ടത്തില്ല, എല്ലാം ആസ്വദിക്കുക. ഓ മാൻ, ഈ പാറ ഉണ്ടോടാ. ഓ മരത്തിനേക്കാളും വലിയ പൊക്കത്തിൽ നിൽക്കുന്ന ഒറ്റ പാറ. അവിടെ കിടന്നുറങ്ങുന്ന ഉണ്ണിച്ചേട്ട് ഇനി ഏകദേശം കുറച്ച് കിലോമീറ്റർ 400 മീറ്റർ 500 മീറ്റർ അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ചേരുന്നുണ്ട്. അപ്പോൾ നേരെ ഇനി കുറച്ചുകൂടെ കൂടെ നടക്കണം. വലിയ സീനൊന്നുമില്ല കേട്ടോ, ആർക്കും നടത്ത് കയറി വരാം. പുള്ളിക്ക് മേല 14 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് നിലവിക മാറാത്തൊരു വ്യക്തിയാണ്. ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നിയൊരു സാധനം എന്ന് വെച്ചാൽ പല സ്ഥലത്തും പല രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓലയും കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നത്, അവിടെ സ്റ്റെപ്പ് പോലെ, പിന്നെ സ്റ്റെപ്പ് പോലെ വേരിൻ്റെ ഉണ്ട്. അതല്ലാതെ തന്നെ പിടിയായിട്ട് ഇറങ്ങി വരാനും കയറാനും അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നു. ചില സ്ഥലത്ത് മറ്റേ മണ്ണിങ്ങനെ നേരെ വരുന്നത്, അങ്ങനെ പല രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല രസം. അതുമാത്രമല്ല ട്രക്കിങ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ്. അപ്പം എന്തായാലും ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വേറെ സെറ്റിംഗ് ആയിരിക്കും കേട്ടോ. എൻ്റെ മോനെ ഇത് കണ്ട ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, നമ്മൾ മറ്റേ ഈ ബിൽഡിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് പണിയത്തില്ല, അതുപോലുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, രക്ഷയില്ല, അടിപൊളി വൈബ്. നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, ചിലപ്പോൾ വീഡിയോക്ക് അത്ര കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഗൈസ്. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചത് എന്തെങ്കിലും പണി ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ആക്കിയെന്ന്, പക്ഷെ അല്ല, ഇത് പ്രകൃതി സ്വയമേ രൂപം കൊണ്ട് വന്നതാണ്, നമുക്ക് വേണ്ടി രൂപം കൊണ്ടുവന്നതാണ്. അത് ഇതെങ്ങനെ ആരാണ് ആക്കുന്നത്? എൻ്റെ പൊന്ന് ഗൈസ്. അപ്പം നമ്മളിവിടുത്തെ സെക്യൂരിറ്റിയാണ് പറഞ്ഞത് കേട്ടോ, അത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഒന്നും ചെയ്തിട്ടല്ല, ഇങ്ങനെ പ്രകൃതിയായിട്ട് രൂപപ്പെടുത്തിയ ഒരു രീതിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതന്നെ ബാഹുബലിക്കകത്ത് മറ്റേ കല്ല് പോകുന്ന സ്ഥലം പോയി ചെയ്യും തന്നെ അല്ലേ. നല്ല ടോപ്പുണ്ട് ഗൈസ്. അപ്പം ഇത് നമ്മൾ പോകുന്നതിൻ്റെ അകത്ത് ഇടയ്ക്കുള്ളൊരു കിടിലൻ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ വലിയ അഡ്വഞ്ചറസ് അല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു അഡ്വഞ്ചറസ് സാധനമാണ്. അപ്പോൾ നമ്മളിത് കവർ ചെയ്ത് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് നേരെ താഴോട്ടിറങ്ങാം. ഓ ഗൈസ്, അപ്പം നമ്മളിതേ ഒരാൾ പോകുന്നു, നോക്കൂ. വാവ്. അപ്പം ഇവിടെ സെക്യൂരിറ്റി ചേട്ടനുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം. ഓക്കെ, അപ്പം യെസ് ഉണ്ട്. വാവ്, ഓഹോ, ഗൈസ് ബാബാ പോരി കമോൺ ഗൈസ്. അപ്പം എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനവും അതുപോലെ തന്നെ ട്രക്കിങ് ചെയ്യാൻ പറ്റുന്നതും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞൊരു 100 മീറ്റർ കൂടെ ഉള്ളതാണ് നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പോൾ അവിടെ ആളിരിപ്പുണ്ട്. അപ്പം നല്ല കിടിലൻ വഴിയാണ്, പക്ഷേ വളരെ സേഫായിട്ട് നമ്മൾ തന്നെ നോക്കിയും കണ്ടും പോകണം, അത് വേറൊരു കാര്യം. ഗൈസ്, അങ്ങനെ മീൻമുട്ടി വാട്ടർഫോളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് കാണാം. കമോൺ ചേട്ടാ. താങ്ക് യു. ചേട്ടൻ്റെ പേരെന്നാ? സലീം. ആ ഓക്കെ, സലീം. എന്താ മോനെ, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് മീൻകുട്ടി വാട്ടർഫോൾ. അങ്ങനെ
നമ്മൾ മീൻകുട്ടി വാട്ടർഫോൾ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ റീച്ച് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്ത് അതിനിടയ്ക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. മറ്റന്മാരെ അങ്ങോട്ട് നോക്കിയേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ചേട്ടൻ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. അപ്പം നന്ദി. ഓക്കെ. അപ്പം ചേട്ടൻ നമുക്ക് വെള്ളവും തന്നു കേട്ടോ. വെള്ളമില്ലായിരുന്നു, വെള്ളം തന്നതിന് താങ്ക്സ് ഗൈസ്. അപ്പോൾ നല്ല കിടിലം മഴ കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ വന്നപ്പം ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ നമ്മൾ ഹൈറേഞ്ച് കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം വെയിൽ പോയി. ഇപ്പോൾ പൊന്മുടി മല കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം വെയിൽ നമുക്ക് കുറഞ്ഞ് കോടയായിരുന്നു. ഇപ്പം നല്ല കിടിലം മഴയാണ്. ഇപ്പോൾ മഴയത്തോടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വൈബിനനുസരിച്ചുള്ള കാലാവസ്ഥ എവിടെ പോയാലും നമുക്ക് ലഭിക്കുന്നത് അത് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അല്ല ഉണ്ട് ചേട്ടാ? ഇതാണ് നമ്മളാവ്. ഇങ്ങോട്ട് നോക്കിയേ. ഗൈസ് എന്നാൽ നമ്മൾ കഴിക്കാൻ കയറിയിരിക്കുകയാണ് കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നെയ്യാർ ഡാം. ഗൈസ് അപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിന്റെ ടോപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ടോപ്പല്ല. അപ്പോൾ അവിടുത്തെ ഒരു നൈസ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഓ മാൻ, അപ്പം അടിപൊളിയാണ്. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിൽ വന്നിട്ട് പിന്നെയും നമുക്ക് മുകളിലോട്ട് ടോപ്പിൽ കയറാം അല്ലേ? പിന്നെ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഓ മാ, അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടൂടെ കയറാം. അവിടെയും പോകണം, ഇവിടെയും പോകാം. അതെ, ഇവിടെയും പോവാം, ഈ ടോപ്പിലും പോവാം. അപ്പോൾ നൈസാണ്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. കളി കയറിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പെത്തി. ശരി, ഇവിടെ വരെ ഇതില്ല. അപ്പം ഏറ്റവും ടോപ്പിലത്തെ വ്യൂ ആണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മേളിൽ കയറി നിൽക്കുക. അങ്ങോട്ട് കാണിച്ച് നൈസ് ഫുൾ ടോട്ടൽ വ്യൂ കിട്ടുന്ന ഒരു കറക്റ്റ് പോയിൻ്റാണ്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ താഴത്തെ ഒരു വ്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ ചെന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ഡാം ഇപ്പം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം മുന്നിൽ പോകുന്ന ആ ഒരു ദൃശ്യം നമുക്ക് അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് ഇറങ്ങി നിങ്ങളെ അടുത്തുള്ള ദൃശ്യം കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പുറം നേരെ നോക്കാറ് വളരെ ശാന്തമായി കിടക്കുന്ന നമ്മുടെ ഡാം, നെയ്യാർ ഡാം. ഓ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് നേരെ താഴെ പോകാം. പക്ഷെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. കാര്യം ഇവിടെ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് തന്നെ നമ്മൾ ഇറങ്ങി പോകണം. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിലെ കൂടെ തന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ച് നമുക്ക് താഴോട്ട് പോകും. ഗൈസ്, നമ്മളിവിടെ നിൽക്കാൻ നേരത്തുണ്ടല്ലോ, നേരെ അങ്ങോട്ട് നോക്കി നമുക്കൊരു പേടി വരും കേട്ടോ. കാര്യം അത്ര സ്പീഡിലും വെള്ളം വരുന്നത്. വെള്ളത്തിൽ ഈ പൊക്കത്തിൽ അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ സീൻ കേട്ടോ. അതെ, ഇതുണ്ടോ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് തെറിക്കുന്നുണ്ട്. കോച്ചിന് വെള്ളം അറിയാമോ? നല്ല രസമുണ്ട് കാണാൻ, നല്ല അടിപൊളിയാണ്. അങ്ങോട്ട് നോക്കി റോൾ ചെയ്ത് പോവാ. ഓ ഇതൊന്നല്ലേ സീൻ തന്നെ. ഇതുവരെ ഇവിടെ വിറയ്ക്കുക കേട്ടോ, ഇതിന്റെ ഈ ഫോഴ്സ് കാരണം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേടി നേരെ നടക്കി നിൽക്കാൻ ചെറിയൊരു ഭയമുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അതെ, ചെറുതായിട്ട് ആടുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി അങ്ങോട്ട് ഇറങ്ങാം. അതുപോലെ തന്നെ ഡാമിന്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ രണ്ട് വലിയ വൻമതിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ തുറക്കില്ലെന്ന് തോന്നുന്നു. മെയിനായിട്ട് അത്യാവശ്യം വെള്ളം കൂടുമ്പോഴൊക്കെ അത് തുറക്കുള്ളൂ തോന്നുന്നു. ഗൈസ്, വളരെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മൾ ഡാമിന്റെ വളരെ അടുത്ത്. ഓ, ഇത് കാണുമ്പോൾ നമ്മുടെ ഇത് എന്താ അല്ലേ എൻ്റെ മോനെ. ഇത് തുറക്കുമ്പോൾ ഒന്ന് കാണണം അല്ലേ? അത് വലിയൊരു നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. ആണാണ്. പക്ഷെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം. ഡാമിൻ്റെ ടോപ്പിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ഇവിടെ ബോട്ടിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രൊക്കഡൈൽ പാർക്കും ഉണ്ട് കേട്ടോ. നമ്മളിപ്പം പാർക്കോട്ട് കയറുവാണ്. ബോട്ടിങ് നമുക്ക് ടിക്കറ്റില് 30 രൂപ. അതെ, ടിക്കറ്റിന് 30 രൂപ ഉള്ളൂ ഒരാൾക്ക്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ക്രൊക്കഡൈൽ പാർക്കിലാണ് കയറുന്നത്. അപ്പോൾ പെർ ഹെഡ് എത്രയായിരുന്നു? ഇത് 30 രൂപ. ഓക്കെ, പെർ ഹെഡ് 30 രൂപ ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിംഗ് സർവീസ് ഉണ്ട്. പക്ഷേ നമ്മൾ ബോട്ടിങ്ങിന് കയറുന്നില്ല. അപ്പോൾ ഒരു മണിക്കൂർ 300. ഒരു മണിക്കൂർ ഒരാൾക്ക് പെർ ഹെഡ് 300 രൂപ. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പ് ഇതിലെ കൂടെ മേലോട്ട് പോകണം. നമ്മുടെ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകണമെങ്കിൽ നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് ഇവിടെ കയറിയത്. ഓക്കെ, എന്തായാലും ഇവിടെ കൂടെ കയറിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. കമോൺ ഗൈസ്. അപ്പോൾ ഇവിടെ ക്രൊക്കഡൈലും അതുപോലെ തന്നെ നമ്മുടെ പെരുമ്പാമ്പും എല്ലാ സാധനവും ഇത് കണ്ടോ. അപ്പോൾ ഇത് പെരുമ്പാമ്പിനെ കാണിച്ച് അതിന് തീറ്റയായിട്ട് കൊടുത്തേക്കുവാണ് ഒരു കോഴീനെ. അതിന് വിശക്കുമ്പോൾ അത് കഴിക്കും കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു കോഴി മാസത്തിൽ 1 മതി കേട്ടോ.
മാസത്തിൽ ഒറ്റ പ്രാവശ്യം തീറ്റിട്ട് കൊടുക്കുള്ളൂ അല്ലേ? അത് കൊള്ളാം. അത് നമ്മുടെ മുതല കിടക്കുന്നു കേട്ടോ. എൻ്റെ മോനെ വിഷയം ഏത് കടൽ മുതൽ. എൻ്റെ മോനെ ഗൈസ് 16 വർഷമായി. എവിടുന്നാ കൊണ്ടുവന്ന്? വർക്കല കടലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കടൽ മുതലയാ ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് തീറ്റയായിട്ട് കൊടുക്കുന്ന ബീഫും മീനും. സുഖം ജീവിതം. അതുപോലെ തന്നെ പെരുമ്പാമ്പിന് നാടൻ കോഴി കൊടുക്കുകയുള്ളൂ. ബോയിലർ കോഴി മനുഷ്യർക്ക് കഴിക്കാം. എന്താ ചെയ്യുക ഗൈസ്? അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മുതലയാ കേട്ടോ. കടൽ മുതല അല്ലാത്ത മുതല, പക്ഷേ കടൽ മുതലയാണ് ഏറ്റവും വലുത്. 25 വയസ്സുണ്ട് കേട്ടോ. 25 years. ഇത് ചെറുതാണെന്ന് തോന്നുന്നു. ഇത് ചെറുതാ ഗൈസ്. നമ്മളെ കണ്ടോണ്ടാന്ന് ചുമയായിട്ടുണ്ടെന്ന് തോന്നുന്നു. മാവ് വിളിച്ചു. വായും വിളിച്ച് നാണയില്ല, അടച്ചു വെക്കണ ഗൈസ്. ഞാൻ പറ അതിന്റെ പല്ല് നരച്ചിരിക്കുകയാണല്ലോ. പായലില്ല, കുളിപ്പിക്കാൻ ആരും ഇല്ലെന്ന്. ഉണ്ണിച്ചേട്ടൻ കുളിപ്പിക്കാൻ പോകും. ബീഫും മീനും ഒക്കെയാണ് ഫുഡ്. ശരിക്കും ബീഫും മീനും ഫുഡ് കേട്ടോ. അത് അവിടെ പറഞ്ഞതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ കടിയെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പഴംപൊരി ആയിരുന്നു മാൻ. അപ്പം ഇനി അടുത്ത് നമ്മുടെ ചെറുക്കനൊരു പരിപാടിയുണ്ട്, അത് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതാണ് ബോട്ടിങ്ങിന് പോകുന്ന ബോട്ടും ഇത് ഈ കാണുന്ന കേട്ടോ. അപ്പൊ നമ്മള് തിരുവനന്തപുരം കുറ്റിച്ചില്ലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നത് ഒരു ഗ്രാജുവേഷൻ സെറമണിക്കാണ്. അപ്പോൾ നമ്മുടെ ജിനുക്കുട്ടൻ്റെ ഒരു ഗ്രാജുവേഷനാണ്. അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ചെറുക്കൻ്റെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് സീറ്റിൽ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു വളരെ സന്തോഷകരമായ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു പരിപാടി മൊത്തം? ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു കേട്ടോ. അപ്പം ഈ പരിപാടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് വന്നത്. മച്ചാനെ ഇനി വന്നേ. സുഖം.